ഇന്നത്തെ കാലത്ത് വൈബല്ലേ വേണ്ടത്. വൈബ് നിറഞ്ഞൊരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കാട്ടിലാണോന്നോ? ഈ കാടൊന്നല്ല, അത് നല്ലൊരു ഗാർഡൻ തന്നെയാണ്. നിൽക്കുന്നത് ഒരു വീടിനകത്തൊക്കെ കോട്ടിയാട് ഇതുപോലെ കുറേ പ്ലാൻസ് ഒക്കെ ചെയ്താൽ പല ആൾക്കാരും അത് രസമുണ്ടാവില്ല, ജീവികളൊക്കെ വരും, അല്ലെങ്കിൽ മഴ പെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയും. വീട്ടിനകത്ത് മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതൊരു വേറെ ഫീലല്ലേ. അങ്ങനെയല്ല വേണ്ടത്. ഇത് കോട്ടിയാടിൽ മൊത്തം പെബൽസ് കൊടുത്തു, വാക്ക് വേ കൊടുത്തു, നല്ല നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തു. ഈ ചുമരിലൂടെ കണ്ടില്ല പടർന്നു കയറുന്ന വള്ളിച്ചെടികൾ. ഇത് മേലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ മേലെ വരെ എത്തും. ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കൊടുക്കാതെ ഇത് നാച്ചുറലായിട്ട് ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ചില ആൾക്കാർക്ക് മഴ കൊണ്ട് വീട്ടിനകത്ത് ഇരിക്കുന്നതൊക്കെ ഒരു വൈബാണ്. വീടിനകത്തേക്ക് പകൽ സമയത്ത് ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല, ആ രീതിയിലാണ് വരിക കേട്ടോ. അതായത് ഡൈനിങ് സ്പേസ് നല്ല മൊറോക്കൺ ടൈല് കാണുന്നു. അതുപോലെ ഈ നാച്ചുറൽ ഫീലിലേക്ക് മാച്ച് ചെയ്യുന്ന സ്റ്റെയർ വന്നു, ഇതിൻ്റെ ഹാൻഡ് റെയിൽ വന്നു, അതുപോലെ വാഷ് ബേസിന് ആ ഏരിയയിൽ തന്നെ ഇൻക്ലൂഡായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു വീട് വേറൊരു ലെവലാവില്ലേ. നമ്മൾ വന്നിരിക്കുന്നത് ENS ആർക്കിടെക്ട്സ് ചെയ്ത മനോഹരമായിട്ടൊരു വീട് കാണിക്കാൻ. ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരപ്പെടും. അതിനടുത്ത് നമ്മൾ ലിവിങ്ങിലെത്തി. ഭംഗിയുള്ള ലിവിങ് കണ്ടില്ലേ, കുറേ ഫർണിച്ചറുകൾ കുത്തി നിറക്കാതെ ലൂസ് ഫർണിച്ചറായിട്ട് ഇതാ 2 സോഫ ഇവിടെ ഒരു സോഫയും പ്ലേസ് ചെയ്തു. വാളിന് TV വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള ലൂവേഴ്സ് കൊടുത്തു.